കോടതി വിധി മൂലം ബന്ധുക്കൾ ശത്രുക്കളാകുമ്പോൾ നീതിമേടകളിൽ ശത്രുക്കൾ ബന്ധുക്കളാകുന്നു. വളരെ ശരിയായിട്ടുള്ള സംഗതിയല്ലേ? നമുക്ക് ഈസിയായിട്ട് നമുക്ക് വളരെ ഉറപ്പാണ്. കാര്യം നമ്മുടെ നീതിമേടകളിൽ നമ്മൾ ഗ്രാമതലങ്ങളിൽ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് നീതിമേടകളിൽ ലക്ഷക്കണക്കിന് കേസുകൾ പരിഹരിച്ചിട്ടുണ്ട്. അതൊക്കെ സംസാരിച്ച് നമ്മൾ തീർക്കുക ചെയ്തിട്ടുള്ളത്. കാര്യം ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു പരാതി, ഞങ്ങളുടെ ഈ പരാതി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ നീതിമേടകളിൽ ഭൂരിപക്ഷം കേസുകൾ തീരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള അവരുടെ ഗ്രീവൻസ് എന്താണ്, അവരുടെ പരാതി എന്താണ്, അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് പറഞ്ഞ് അവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറയും, ഇത് കേൾക്കാൻ നിങ്ങൾക്കെങ്കിലും ഒരു സന്മനസ് തോന്നിയില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോടതി ചെന്നിട്ട് നിങ്ങളുടെ ഗ്രീവൻസ് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ പറയും, നിങ്ങൾ ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, വേറെ വിചാരമൊന്നും പറയേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ പരാതികൾ കൊടുക്കാൻ ഉള്ള സൗകര്യം, അത് കേൾക്കാനുള്ള ആളുകൾ ഈ നാട്ടിലില്ല. അത് വലിയൊരു സംഗതി. അതുകൊണ്ടാണ് ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരു 80% കേസുകളും കോടതിയിൽ പോകുന്നില്ല. സത്യവത 2-3 കാര്യം അവർക്ക് പേടിയാണ്. കാരണം കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇനി വക്കീലിന് കൊടുക്കാൻ വേറെ കാശുണ്ടാക്കണം.